ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നിട്ട് നേരെ കിച്ചണിലോട്ടല്ലേ നമ്മൾ പോകാറുള്ളത്. അപ്പോൾ തലേന്ന് തിളപ്പിച്ചിറക്കി വെച്ച ചോറ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഗോതമ്പ് പുട്ടും പഴവുമാണ്. ഗോതമ്പ് ഞാൻ പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് വെജിറ്റബിളായിട്ട് ക്യാബേജും ക്യാരറ്റും തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മീനുണ്ട്, മത്തിയാണത് വറക്കണം. അത് കറിപ്പൊക്കെ പുരട്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻകറി റെഡിയാക്കണം. മീൻകറി ഇന്ന് അയിലയാട്ടോ ഞാൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മത്തി വറക്കാനും അയില മാങ്ങ കണ്ടപ്പോൾ ഉടനെ എനിക്കത് പച്ചക്കറി വെക്കണം. ഇവിടെ താല്പര്യമില്ലാത്തൊരു കറി കേട്ടോ. പച്ച അരച്ച് വെക്കുക, അതാ തേങ്ങ അരച്ച് വെക്കുക. അത് ഞാൻ തേങ്ങയും എല്ലാം അരച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി കറിവേപ്പിലൊക്കെ അങ്ങോട്ട് വാരി തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ മത്തി അങ്ങോട്ട് വറക്കണം. മോന് പോകാറായി, അപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകണം. അരപ്പൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അയിലയൊക്കെ പറക്കിയിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ പുട്ടും പഴമാണ്. അപ്പോൾ കുക്കറിൽ ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേ കുക്കറിലോട്ട് ഞാൻ നല്ല ചിരട്ടപ്പുട്ടാണ് വെക്കുന്നത്. നല്ല ഗോതമ്പൊടി കേട്ടോ, റേഷൻ കടയിൽ നിന്ന് കിട്ടി നല്ലൊരു ഗോതമ്പൊടിയാണ്. നല്ല സൂപ്പർ പുട്ടായിരുന്നു. അങ്ങനെ ചോറും കറിയും തോരനും എല്ലാം റെഡിയായി. അയാൾക്ക് മീൻ കറി കൊണ്ടുവന്നതിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അയാൾക്ക് ഞാൻ മോരാട്ടോ ഒഴിച്ചു കൊടുത്തത്. അതും സെറ്റാക്കി വെച്ചു. അങ്ങനെ മീൻ കറിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുക്കളപ്പണി ഏകദേശം കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇതെല്ലാം കഴുകിയിട്ട് വേണം നമുക്ക് അടുത്ത പണിയിലോട്ട് പോകാൻ. എല്ലാം ഒന്നും ഇപ്പോൾ ഈ വീഡിയോയിലോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ മോനും അണ്ണനും എല്ലാവരും പോയി. നമ്മളെ കിച്ചണൊക്കെ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിടാം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. കിച്ചൺ പണി കഴിഞ്ഞാൽ പണിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ പുൽത്തൈലുമായിട്ട് ഞാൻ സ്പ്രേ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.